തുടങ്ങി പരിപാടി തുടങ്ങി. ഇനി കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. രേവതി ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ പണ്ടെങ്ങാണ്ടുണ്ടാകുന്ന അത് ഇത് മറ്റത് മറിച്ചത് ഇവര് വേറെ സ്ത്രീ അവളെ എന്തൊക്കെയാ കമന്റിൽ അടിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ എങ്ങാണ്ടൊക്കെ നടന്ന പഴയ സംഭവങ്ങളും പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അന്വേഷിക്കാൻ പോകണമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇവിടെ ചെയ്തത് ശരി. എടാ നിനക്കൊക്കെ എന്തുവാടാ, ഈ പറഞ്ഞവർക്കെതിരെയും കേസെടുക്കണം, മനസ്സിലായോ? ഇത് കൊള്ളാം. ഒരാളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ട് അവർ പണ്ടെങ്ങാണ്ട് എന്തോ സംഭവിച്ചോ പൊക്കി എടുത്തോണ്ട് വന്നാൽ ഇത് പീഡനമല്ലാതാവുമോ? ഉടനെ അതിന്റെ പുറകെ പിടിക്കാൻ ഇറങ്ങിയേക്കുക. ഇതാണ് പറഞ്ഞത്. ഈ നാട്ടിൽ ഹരീഷ് വാസുദേവന്റെ ഒരു വീഡിയോ നിങ്ങളുണ്ടാകും, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലും ഒരു ആൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ ഇറങ്ങും. എടാ ഇവന്റെയൊക്കെ വീട്ടിൽ സംഭവിക്കും, ഒരു സംശയം വേണ്ട കേട്ടോ. ഇങ്ങനെ പോയാൽ ഇത് കൂടിയിട്ട് ഇവർ എല്ലാവരും അങ്ങ് പീഡിപ്പിക്കുന്നവരായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ഇത് തന്നെയല്ലേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിൽ അവസ്ഥയുണ്ടാവും. അപ്പോൾ ആ പെണ്ണിനെ ഇപ്പോൾ മാക്സിമം എന്താ പറയണ്ടേ, നാറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു കൂട്ടർ. ഇതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ആളുകൾ ഇത് പോലീസ് തന്നെ കാര്യമായി എടുക്കേണ്ട കേസാണ്. അല്ലാതെ ഇതിങ്ങനെ വന്ന് മീഡിയയിൽ പറയേണ്ട കാര്യമല്ല. ഇത് തുടക്കം തൊട്ടേ നമ്മൾ പറയുന്നുണ്ട്, ഇരകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. അത് ഈ ഹരീഷ് വാസുദേവൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ ഇരകളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നോ അവർക്ക് ജീവന് പോലും അപായം ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും. അത് ചെയ്യാൻ സ്റ്റേറ്റിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യരുതാന്ന്. ഈ ഏമ കുമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടാക്കാൻ നിൽക്കരുതാന്ന്. പീഡിപ്പിക്കുന്നവർ പീഡിപ്പിക്കപ്പെട്ടോട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, അതാർന്ന് ചെയ്യേണ്ട. അല്ലാതെ ഇത് എടുത്തു വെച്ചിട്ട് അയാൾ പറഞ്ഞ പോലെ മാപ്പ് പറയണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് ചെയ്യാൻ പാടില്ല എന്നേ പറയത്തുള്ളൂ. കാരണം കണ്ടില്ല, ഇപ്പൊ നടക്കുന്നത് കണ്ടില്ലേ ഇന്നത്തെ പരിപാടിയാണ്. ഇതിനെന്ത് നടപടിയാണ് എടുക്കുന്നത്? അതുപോട്ടെ, ഇവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പരാതി കൊണ്ട് വന്നാലേ ഞങ്ങൾ അറിയത്തുള്ളൂ, ഞങ്ങൾ തിരിഞ്ഞു നോക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സാധനം പോലും ശരിയല്ലത്. ഇതെല്ലാം തെറ്റിയേക്കുവാണ്. ഇവിടെ മൊത്തത്തിൽ അവഗണിച്ചിരിക്കുകയാണ്. പീഡിപ്പിക്കപ്പെട്ടവരെ അവഗണിക്കുക, തൊഴിലിടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടവര്, അതുപോലെ തന്നെ എന്താ പറയാ, ഈ വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്സാണ് മൊത്തം കേട്ടോ. തൊഴിലാളികളുടെ സംഘടന, അപ്പോൾ തൊഴിലാളികളുടെ നേതാവേ അങ്ങ് ഉറങ്ങുകയാണോ, അത് വയ്യേ, ചങ്കിന്റെ എണ്ണം കുറഞ്ഞോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ അല്ല കേട്ടോ ഉണ്ട് ഗവൺമെന്റ്. ഇതിപ്പോൾ നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇവിടെ എല്ലാവരും കൂടെ ഇറങ്ങിച്ചെന്ന് അവരെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഈ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങിച്ചെന്ന് എന്ത് ചെയ്യാനാ? അപ്പോൾ അത് വളരെ വൃത്തികെട്ട ഇടപാടായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്ക് പങ്കുണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേട്ടക്കാരനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം, അല്ലേ? മറ്റുദ്യോഗസ്ഥരാണെങ്കിലും അനങ്ങാതിരിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ എന്തുവാടെ ഇതൊക്കെ? മീഡിയ ആണെങ്കിലും തിരിഞ്ഞു കളിക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ധീരൻ എന്നൊക്കെ വിളിക്കാം. സിദ്ദിഖിന്റെ ധീരമായ തീരുമാനം ഞെട്ടലോടെ. എന്തോ ആടേ ഇത്? നാണം ഉണ്ടോടാ നിനക്കൊക്കെ?